അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൽ നിഴൽ വീണ താഴ്വേലിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുപടിയും രണ്ടും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുന്ന് നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കേട്ട കാര്യങ്ങൾ ഒന്നുകൂടെ മനസ്സിൽ കൊണ്ടുവരാം. കർത്താവായ യേശുവേ, ഈ 1-2 മണിക്കൂർ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നേറണം, ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാം എന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുകയായിരുന്നു. ജോസഫും അബ്രഹാമും മോശയും നിന്റെ വിശുദ്ധന്മാരും ഒക്കെ തിളങ്ങിയതുപോലെ ഞങ്ങളുടെ ജീവിതവും വിളങ്ങുവാൻ വേണ്ടി ശോഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ എന്താകണമെന്ന് നീ ആഗ്രഹിക്കുന്നല്ലോ, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളോട് ചേർന്ന്, ഞങ്ങളുടെ ഗുരുഭൂതന്മാരോട് ചേർന്ന്, ഞങ്ങളുടെ സഭയോട് ചേർന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവമേ, ഞങ്ങളെ നീ വളർത്തണമേ, ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ. എല്ലാവരും പറയുക, കർത്താവേ ഞങ്ങളെ വളർത്തണമേ, ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ. എല്ലാവരും പറയുക, കർത്താവേ ഞങ്ങളെ വളർത്തണമേ, ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ വളർത്തണമേ, ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ. തൃത്വൈക ദൈവമേ ഞങ്ങളെ വളർത്തണമേ, ഉയർത്തണമേ, അനുഗ്രഹിക്കണമേ. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ അവിടുന്ന് എന്നെ നയിക്കുന്നു. സ്വച്ഛമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നടത്തുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മരണത്തിന്റെ നിഴൽ വീണ പ്രശ്ന കലുഷിതമായ അന്തരീക്ഷത്തിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് തീരുമാനമെടുക്കാം. ഇന്ന് കിട്ടിയ ഈ ആശയങ്ങളും ഈ ചിന്തകളും നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ.